അസ്സലാമലൈക്കും. മുമ്മയും കൊച്ചുമോളും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ മുമ്മ അവിടെ ഒരു 2 ചക്കയും അതിന്നിവിടെ കടച്ചക്ക മസാല കറി വെക്കാനാണ്. ഇതടുത്ത വീട്ടിലത്തെ കുട്ടി കൊടുന്നതാ. അപ്പൊ അത് 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ച കാരണം അത്രയും കളാണ്. അവിടെ ഒന്ന് മുറിച്ച് നോക്കിയതാ. അപ്പൊ അതിലേക്കുള്ള നാളികേരം, ഒരു സബോള, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, 3 പച്ചമുളക്, പിന്നെ പൊടികളൊക്കെ ഇടുമ്പോൾ പറയാട്ടോ മക്കളാ. അപ്പൊ നമ്മളിത് നുറുക്കിയിട്ട് വരണ്ട് ചത്തുകയാണ് കേസ്. അപ്പൊ തോല് കളയാം. അപ്പൊ നമ്മളിതിന്റെ ഈ കൂന് കളയണം കേട്ടോ മക്കളെ. കുടുക്ക ചൂടായി എണ്ണ ഒഴിക്കുന്നു. 1 ടീസ്പൂൺ എണ്ണ അല്ലാട്ട മക്കളെ, വെളിച്ചെണ്ണയാണ്. എണ്ണ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ശരിയായി. അതില് സബോള, ഒരു സബോള, ചെറിയൊരു സബോള വഴറ്റാൻ. സബോള വാടിയിട്ട് മക്കളെ, ഇനി തക്കാളി ഇടണം. അത് നീക്കി പിടിക്കാനുള്ള കാണാനില്ല. ഇടണം, വേണം വേണം. അതിലേക്കുള്ള ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളി, ചുമന്നുള്ളി ചതക്കണം കേട്ടോ. അപ്പം സബോളയും തക്കാളിയും ഒക്കെ നല്ലോണം വാടി. ഇനി നമ്മളെ പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ ചതച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി വേപ്പിൻ്റെ ഇല. ഇനി അതൊന്ന് വാടട്ടെ. നമ്മളാ വാട്ടിയ കൂടെ ആ എണ്ണയിൽ കൂടെ ഈ കടച്ചക്ക, ചില നാട്ടിലൊക്കെ ഒന്ന് സീമച്ചക്ക എന്നൊക്കെ പറയും, അതും കൂടി ഇട്ടൊന്ന് വാട്ടണം. ഇതിവിടെ ഇറച്ചി വെപ്പാട്ട മക്കളെ. ചിക്കൻ വെക്കണത് ചിക്കൻ മസാല ഇട്ട ചിക്കൻ്റെ വെപ്പായി, ബീഫിൻ്റെ മസാല ഇട്ട ബീഫിൻ്റെ വെപ്പായി. സൂപ്പർ ടേസ്റ്റ്. അമ്മമ്മത് ഉണ്ടാക്കിയിട്ട് കാലങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കടച്ചക്ക കിട്ടിയപ്പോൾ അത് വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒന്ന് വാടിയിട്ടാ ഇനി നമ്മൾ ഇതിലേക്കുള്ള പൊടികൾ ഇടുക. അപ്പം നമ്മുടെ ഗ്യാസ് ഒന്ന് സ്ലോവിലാക്കണം കേട്ടോ മക്കളാ. അറിയാണ്ട് കേട്ടോ ചുരുക്കാൻ പറഞ്ഞത് കരിയും. അമ്മമ്മക്ക് പറ്റിയില്ല ചെതി. അപ്പം ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഇത് സ്പൂണിൻ്റെ പേരും പറയാൻ പറഞ്ഞു, മുളകും പൊടി. എന്ത് സ്പൂണാന്നിട്ട് പറ. ഇതാണ് 1/4 ടീസ്പൂണ് തോന്നുന്നു. 2 സ്പൂണ് ടേബിൾ സ്പൂണ്, പേര് പറയാൻ കിട്ടണില്ല. 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ഉപ്പ് നമ്മൾ കുറച്ച് ഇട്ടുണ്ടായില്ലിട്ടാ അത് വാടാനേ. അപ്പോൾ പോരാത്ത ഉപ്പ് നമുക്ക് അപ്പടാം. ഇതിൽ പറ്റട്ടെ. അതിൽ വെള്ളം ഒന്ന് ഇളക്കിയിട്ട് വെള്ളം ഒഴിക്കണം, വേഗമുള്ള വെള്ളം. 2 ദിവസമായിട്ട് തീരെ കിടപ്പായിരുന്നു മക്കളെ. വയറ്റുന്ന പോക്കും മൂത്ത ചൂടൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ വേവാനുള്ള വെള്ളം കേട്ടോ. ഈ കടച്ചക്ക മുങ്ങി കിടക്കാൻ പാകത്തിൽ വെള്ളം. മൂടി വെക്കട്ടെ, കിടന്ന് വേവട്ടെ. പിടിക്കുന്ന സാധനം കേട് വരുത്തി. ഇവിടെ തുണി അത് പിടിച്ചു. അപ്പം നമ്മൾ നാളികേരം വറുത്തരച്ചത് ഒഴിക്കണം കേട്ടോ. നമ്മളെ ജാറൊന്ന് കഴുകി വെച്ചോട്ടോ. തട്ടി വെച്ചു, എണ്ണ വെച്ചു, ചൂടായി, ഉള്ളി ഇട്ടു. അത് കാണിക്കാൻ മറന്നിട്ട് മക്കളെ. ഉള്ളി നോക്കട്ടെ, മറന്നതല്ല, വിട്ടുപോയി മക്കളെ. ഉള്ളി വേപ്പല്. അപ്പോൾ നമ്മുടെ കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം.
ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാ അല്ലാ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.